മൈസൂരിലെ ഞങ്ങളുടെ രണ്ടാം ദിവസം സാൻ മ്യൂസിയം കണ്ടതിന് ശേഷം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സമ്മർ പാലസ് അഥവാ ദരിയ ദൗലത് ബാഗിലാണ്. മൈസൂർ ടൗണിൽ നിന്നും 18.9 കിലോമീറ്റർ അകലെയാണ് സമ്മർ പാലസ് സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം. നിലവിൽ കൊട്ടാരത്തിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ടെങ്കിലും വിസിറ്റേഴ്സിന് അകത്ത് കയറുന്നതിനോ കാണുന്നതിനോ ബുദ്ധിമുട്ടില്ല. 1778, 1784 കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താൻ്റെ പിതാവ് ഹൈദർ അലിയാണ് ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. ടിപ്പു സുൽത്താൻ ഇതിൻ്റെ പണി പൂർത്തിയാക്കുകയും ചെയ്തു. ഇന്തോ സാറാസെമിക് മാതൃകയിൽ മരം, മോട്ടോർ, കല്ല്, പ്ലാസ്റ്റർ എന്നിവ കൊണ്ടാണ് ഈ ഇരുനില കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും വിശാലമായ പൂന്തോട്ടങ്ങളും. ഈ കൊട്ടാരം ഇപ്പോൾ മ്യൂസിയമായിട്ട് ഉപയോഗിച്ചു വരുന്നു. ഈ മ്യൂസിയത്തിൽ ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും നാണയങ്ങളും ആയുധങ്ങളും വെള്ളിപ്പാത്രങ്ങൾ, കിരീടം എന്നിവ പ്രദർശിപ്പിച്ചിരിക്കുന്നു. മൈസൂരിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഞങ്ങൾ കണ്ട വേറൊരു പ്രത്യേകത 90% സ്ഥലങ്ങളിലും വീഡിയോ പകർത്താൻ അവർ അനുവദിക്കില്ല എന്നുള്ളതാണ്. കൊട്ടാരത്തിന്റെ മുൻഭാഗത്ത് തന്നെ പീരങ്കികൾ വെച്ചിട്ടുണ്ട്. ചരിത്ര സംഭവങ്ങളും യുദ്ധങ്ങളും പ്രദർശിപ്പിക്കുന്ന പുഷ്പാലങ്കാരങ്ങളും ചിത്രങ്ങളും കൊണ്ട് അകത്തളങ്ങൾ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. ചരിത്രങ്ങൾ എണ്ണച്ചായ ചിത്രങ്ങളായും പ്രധാന വ്യക്തികളുടെ ഛായാചിത്രങ്ങളും നമുക്ക് ഈ കൊട്ടാരത്തിന്റെ ഭിത്തിയിൽ കാണാം. പൊള്ളിലൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേണൽ ബെയ്ലിയുമായി നടന്ന യുദ്ധത്തിൽ ഹൈദർ അലിയും ടിപ്പു സുൽത്താനും നേടിയ ആഘോഷകരമായ വിജയം ചിത്രീകരിക്കുന്ന പെയിന്റിങ്ങുകളാണ് നമ്മൾ ഈ കാണുന്നത്. ചിത്തോറിലെ ഹിന്ദുറാണി, തഞ്ചൂർ രാജാവ്, ബനാറസ് രാജാവ്, ബാലാജി റാവു, പേഷ്വെ, മഗടി, കെ ഗൗഡ, ചിത്രദുർഗയിലെ മതഗിരി നായകൻ, കൃഷ്ണരാജ വോഡിയാർ എന്നിവരുൾപ്പെടെ ടിപ്പു സുൽത്താന്റെ സമകാലികരായിട്ടുള്ള ദർബാറികളുടെ ചിത്രങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ടിപ്പു സുൽത്താന്റെ സൈന്യത്താൽ ഉപരോധിക്കപ്പെട്ട ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് ഇടയിൽ ഒരു പല്ലക്കിൽ ഇരിക്കുന്ന കേണൽ ബൈലിയുടെ ചിത്രവും കേണൽ ലാലിയുടെ നേതൃത്വത്തിൽ ഫ്രഞ്ച് പട്ടാളക്കാർ ദൂരദർശനിലൂടെ നോക്കുന്ന ചിത്രവും ഹൈദരാബാദിലെ ഭരണാധികാരി നിസാം കുതിരപ്പടയാളികളുടെയും ആനകളുടെയും സൈന്യത്തിന്റെയും കൂടെ നിൽക്കുന്ന ചിത്രവും നമുക്കിവിടെ കാണാൻ കഴിയും. എന്നാൽ നമുക്കത് പകർത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ആശ്ചര്യവും അത്ഭുതവും സമ്മാനിച്ച ദരിയ ദൗലത് ബാഗിനോട് യാത്ര പറഞ്ഞു. ഞങ്ങളുടെ യാത്ര തുടരുകയാണ്.